ചരിത്രത്തെ സാക്ഷിയാക്കി അർജന്റീനിയൻ ഇതിഹാസം ലയണൽ മെസ്സി തന്റെ 8ാമത്തെ ബലോൺ ഡിയോർ പുരസ്കാരം നേടി. കഴിഞ്ഞ സീസണിൽ അർജന്റീനയെ ലോകകപ്പിലേക്ക് നയിച്ചതിനും PSG വേണ്ടി ലീഗ് കിരീടം നേടിയതിനുമാണ് മെസ്സി ഈ പുരസ്കാരത്തിന് അർഹനായത്. ഇതിനു പുറമെ ലോറിസ് അവാർഡ്, ഫിഫ ബെസ്റ്റ് പ്ലെയർ മുതലായ നിരവധി ഇൻഡിവിജ്വൽ അവാർഡുകളും കഴിഞ്ഞ സീസണിൽ മെസ്സി സ്വന്തമാക്കിയിരുന്നു. യുവതാരങ്ങളായ എർലിംഗ് ഹാലൻഡ്, കിലിയൻ എംബാപ്പെ തുടങ്ങിയവരും മെസ്സിക്കൊപ്പം ബലോൺ ഡിയോർ പുരസ്കാരത്തിന് മുന്നണിയിൽ തന്നെ മത്സരത്തിലുണ്ടായിരുന്നു. എന്നാൽ അവസാന നിമിഷം മാഞ്ചസ്റ്റർ സിറ്റിയുടെ സ്ട്രൈക്കർ എർലിംഗ് ഹാലൻഡിൽ നിന്നും മെസ്സിക്ക് കനത്ത വെല്ലുവിളി നേരിടേണ്ടി വന്നു. ഇതൊക്കെ മറികടന്നാണ് അവസാനം തന്റെ 8ാം ബലോൺ ഡിയോറും ലയണൽ മെസ്സി തന്റെ പേരിലാക്കിയത്. ഈ തലമുറയിൽ മെസ്സിയേക്കാൾ ബലോൺ ഡിയോർ പുരസ്കാരം നേടുക എന്നത് ഇനിയൊരു ഫുട്ബോൾ താരത്തിന് എന്നെങ്കിലും സാധ്യമാകുമെന്ന് കരുതുന്നില്ല. ലയണൽ മെസ്സി എന്ന ഇതിഹാസത്തിന് കിട്ടാക്കനിയായിരുന്ന ഫിഫ ലോകകപ്പ് കിരീടവും നേടിയതിനു ശേഷമാണ് തന്റെ 8ാം ബലോൺ ഡിയോറും ഉയർത്തിയത്. കഴിഞ്ഞ സീസണിൽ 67 ഗോൾ കോൺട്രിബ്യൂഷൻസ് ആണ് ഈ അർജന്റീനിയൻ ഇതിഹാസം നടത്തിയത്. അതിൽ 41 ഗോളുകളും 26 അസിസ്റ്റുകളും ഉൾപ്പെടും. ഇതിനു മുമ്പ് 2009, 2010, 11, 12 വർഷങ്ങളിൽ തുടർച്ചയായി 4 വർഷം ബലോൺ ഡിയോർ തന്റെ പേരിലാക്കിയിട്ടുണ്ട് സാക്ഷാൽ ലിയോ മെസ്സി. അതിനുശേഷം 2015, 19, 21 മെസ്സി ബലോൺ ഡിയോർ പുരസ്കാരം നേടുന്നത്. ഇതോടെ ബലോൺ ഡിയോർ നേടുന്ന ആദ്യ അമേരിക്കൻ ലീഗ് താരമായി മെസ്സി മാറിയിരിക്കുന്നു. അതോടൊപ്പം തന്റെ ഇപ്പോഴത്തെ ക്ലബായ ഇന്റർ മിയാമിയുടെ സഹയുടമയും കൂടിയായ ഫുട്ബോൾ ഇതിഹാസം ഡേവിഡ് ബെക്കാമാണ് പാരീസിൽ വെച്ച് നടന്ന ബലോൺ ഡിയോർ പുരസ്കാരത്തിൽ അവാർഡ് മെസ്സിക്ക് കൈമാറിയത്. കൂടുതൽ കാൽപന്ത് കളിയുടെ അപ്ഡേറ്റുകൾക്കായി ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.